നമസ്കാരം. ബംഗ്ലാദേശിലെ മതന്യൂനപക്ഷമായ ഹിന്ദുക്കൾക്കെതിരെ കഴിഞ്ഞ കുറേ മാസങ്ങളായി ബംഗ്ലാദേശിൽ വലിയ വംശഹത്യ നടക്കുകയാണ്. കൂട്ടക്കൊലപാതകങ്ങൾ, വലിയ വലിയ ആക്രമണങ്ങൾ എല്ലാം ഹിന്ദുക്കൾക്കെതിരെ നടക്കുന്നുണ്ട്. സത്യത്തിൽ ഷെയ്ഖ് ഹസീന സർക്കാർ പുറത്തായതോടുകൂടി ഷെയ്ഖ് ഹസീനയ്ക്ക് അവിടെ നിന്നും പലായനം ചെയ്യേണ്ടി വന്നതോടുകൂടിയാണ് മതഭരണകൂടം ബംഗ്ലാദേശിൽ സ്ഥാപിക്കപ്പെടുന്നത്. ഇതൊരു സ്വതന്ത്ര ഇടക്കാല സർക്കാരാണ്, മുഹമ്മദ് യൂനസാണ് നേതൃത്വം നൽകുന്നത് എന്നൊക്കെ പറഞ്ഞാലും ബംഗ്ലാദേശിലേത് ഇപ്പോൾ 100% മതഭരണകൂടമാണ്. ജമാഅത്തെ ഇസ്ലാമിയാണ് ബംഗ്ലാദേശ് ഭരണകൂടത്തെ നയിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഹിന്ദുക്കൾക്കെതിരെ ആക്രമണം നടക്കുന്നത്. അവിടുത്തെ മതന്യൂനപക്ഷങ്ങൾക്കെതിരെ വലിയ തോതിലുള്ള ആക്രമണം കഴിഞ്ഞ കുറേ നാളുകളായി നടന്നു വരുന്നുണ്ട്. ഹിന്ദുക്കളെ കൊലപ്പെടുത്തുന്നു, അവരുടെ വീടുകൾ തീവയ്ക്കുന്നു, അവരുടെ ആരാധനാലയങ്ങൾ പൊളിച്ചു കളയുന്നു, അവരുടെ വ്യാപാര സ്ഥാപനങ്ങൾ കൊള്ളയടിക്കുന്നു. ഇത് ഓരോ ദിവസവും നിരവധി കേസുകളാണ് ബംഗ്ലാദേശിൽ നിന്നും റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഏറ്റവും ഒടുവിലായി ആൾക്കൂട്ട ആക്രമണത്തിൽ നിന്ന് രക്ഷപ്പെടാനായി കുളത്തിൽ ചാടി ഒരു ഹിന്ദു യുവാവ് രക്ഷപ്പെടാൻ ശ്രമിക്കുന്നു. ആ യുവാവിനെ ആ കുളത്തിലിട്ട് തന്നെ കല്ലെറിഞ്ഞ് കൊല്ലുന്ന അതിദാരുണമായ സംഭവം കഴിഞ്ഞ ദിവസങ്ങളിലാണ് റിപ്പോർട്ട് ചെയ്തത്. അതായത് ബംഗ്ലാദേശിൽ ഇപ്പോഴും ഹിന്ദുക്കൾക്കെതിരെ ക്രൂരമായ വംശഹത്യ തുടരുകയാണ്. ഇതിന് ബംഗ്ലാദേശിലെ ഈ നരനായാട്ടിന് കേരളവുമായി എന്തെങ്കിലും ബന്ധമുണ്ടോ? അത്തരമൊരു ബന്ധത്തെക്കുറിച്ചാണ് BJPയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി അനൂപ് ആന്റണിയുടെ ഫേസ്ബുക്ക് പോസ്റ്റ്. ആ ഫേസ്ബുക്ക് പോസ്റ്റ് ഇങ്ങനെയാണ്: മനുഷ്യാവകാശങ്ങളുടെ നഗ്നമായ ലംഘനം, ബംഗ്ലാദേശിലെ ക്രൂരതയും കേരളം പാലിക്കേണ്ട ജാഗ്രതയും. ബംഗ്ലാദേശിൽ അരങ്ങേറുന്ന സംഭവങ്ങൾ ലോക മനസാക്ഷിയെ അങ്ങേയറ്റം ഞെട്ടിക്കുന്നതാണ്. ഒരു മനുഷ്യനെ ഹിന്ദുവാണെന്ന ഒരേ ഒരു കാരണത്താൽ വേട്ടയാടുകയും രക്ഷ തേടി കുളത്തിലേക്ക് ചാടിയ ആ സാധു മനുഷ്യന് നേരെ കല്ലെറിഞ്ഞും ജീവന് വേണ്ടിയുള്ള അയാളുടെ ദീനമായ നിലവിളികൾ അവഗണിച്ചും കൊലപ്പെടുത്തിയ സംഭവം മനുഷ്യാവകാശങ്ങളുടെ നഗ്നമായ ലംഘനമാണ്. ഒരു തുള്ളി ദയ പോലും കാണിക്കാതെയാണ് മതഭ്രാന്തന്മാർ ആ ജീവൻ ആഴങ്ങളിലേക്ക് താഴ്ത്തിയത്. ഇതൊരു രാഷ്ട്രീയ ഏറ്റുമുട്ടലല്ല, മറിച്ച് മതവിദ്വേഷത്തിൻ്റെ പേരിൽ നടപ്പാക്കുന്ന വംശഹത്യയാണ്. ബംഗ്ലാദേശിൽ ഈ ക്രൂരതകൾക്ക് നേതൃത്വം നൽകുന്നത് ജമാഅത്തെ ഇസ്ലാമി പോലുള്ള തീവ്രവാദ പ്രസ്ഥാനങ്ങളാണ്. എന്നാൽ കേരളത്തിൽ ഈ സംഘടന LDFൻ്റെയും UDFൻ്റെയും വിശ്വസ്ത സഖ്യകക്ഷികളായി തുടരുന്നു എന്നത് മതനിരപേക്ഷ സമൂഹം ഗൗരവത്തോടുകൂടി ചിന്തിക്കണം. മനുഷ്യാവകാശങ്ങളെക്കുറിച്ച് വാചാലരാകുന്ന കേരളത്തിലെ ഇടതുപക്ഷ സർക്കാരിൻ്റെ നിലപാടുകൾ തികഞ്ഞ കാപട്യമാണ്. ഹമാസ് തീവ്രവാദികൾക്ക് വേണ്ടി തെരുവിൽ ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുന്നവർ സ്വന്തം അയൽ രാജ്യത്ത് ഹിന്ദുക്കൾ വേട്ടയാടപ്പെടുമ്പോൾ പുലർത്തുന്ന മൗനം ഭയാനകമാണ്. പലസ്തീനിലെ വിഷയങ്ങളിൽ നിലവിളിക്കുന്നവർ ബംഗ്ലാദേശിലെ സാധാരണക്കാരുടെ ചോര കാണാത്തത് വോട്ട് ബാങ്ക് രാഷ്ട്രീയത്തോടുള്ള വിധേയത്വം കൊണ്ട് മാത്രമാണ്. തീവ്രവാദത്തെയും മനുഷ്യാവകാശ ലംഘനങ്ങളെയും സെലക്റ്റീവായി മാത്രം കാണുന്ന LDF UDF മുന്നണികൾ കേരളത്തിൻ്റെ സൗഹാർദ്ദത്തിന് വലിയ ഭീഷണിയാണ് ഉയർത്തുന്നത്. മതനിരപേക്ഷതയുടെ മറവിൽ തീവ്രവാദത്തോടുള്ള മൗനം ഇനി അംഗീകരിക്കാനാവില്ല. മനുഷ്യജീവന്റെ വില തിരിച്ചറിയുന്ന ഓരോ മലയാളിയും ഇത്തരം ശക്തികളെയും അവരെ പാലൂട്ടി വളർത്തുന്ന രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളെയും തിരിച്ചറിയേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു. അധികാരത്തിന് വേണ്ടി തീവ്രവാദത്തെ പുൽകുന്നവർ നാളെ സംഭവിക്കാൻ സാധ്യതയുള്ള ദുരന്തത്തിനാണ് വിത്തിടുന്നത് എന്ന കാര്യം നാം ഓരോരുത്തരും മനസ്സിരുത്തി ചിന്തിക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു. ജമാഅത്തെ ഇസ്ലാമിയുടെ നേതൃത്വത്തിലാണ് ഈ അതിക്രമങ്ങളെല്ലാം ബംഗ്ലാദേശിൽ നടക്കുന്നത്. ഹിന്ദുക്കളെ വേട്ടയാടുന്നത്, ഹിന്ദുക്കളെ കൊലവിളിക്കുന്നത് ബംഗ്ലാദേശിൽ പ്രവർത്തിക്കുന്ന ജമാഅത്തെ ഇസ്ലാമിയാണ്. അതേ ജമാഅത്തെ ഇസ്ലാമി കേരളത്തിൽ ഇടതുപക്ഷത്തെയും വലതുപക്ഷത്തെയും ഒരുപോലെ തെരഞ്ഞെടുപ്പുകളിൽ കൈയയച്ച് സഹായിക്കുന്നുണ്ട്. ഇവർ ഇരുവരും മാറി മാറി ഈ ജമാഅത്തെ ഇസ്ലാമിയുടെ പിന്തുണ തേടുന്നുണ്ട്. ഒരു സഖ്യകക്ഷിയെ പോലെയാണ്. ജമാഅത്തെ ഇസ്ലാമി കേരളത്തിൽ നടത്തുന്ന കൊലപാതകങ്ങൾ തെളിയാതിരിക്കാനുള്ള എല്ലാ സഹായവും ഈ പറയുന്ന മുന്നണികൾ ചെയ്തു കൊടുത്തുകൊണ്ടിരിക്കുന്നു. ഇങ്ങനെയായാൽ കേരളം മറ്റൊരു ബംഗ്ലാദേശായി മാറാൻ ഇനി എത്ര സമയം വേണം എന്ന ചോദ്യമാണ് ഈ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ അനൂപ് ആന്റണി ചോദിച്ചു വയ്ക്കുന്നത്. വെബ് ഡെസ്ക് തത്തുമൈ ന്യൂസ്.